കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള സാനിറ്ററി കെമിസ്ട്രി വിജ്ഞാപനം വരികയും അതിൻ്റെ എക്സാം ഡേറ്റ് കേരള PSC അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതിയാണ് എക്സാം തീയതി വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൺഫർമേഷനും മറ്റുമൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഡേറ്റ് ആണ് ഇപ്പം നിലവിലുള്ളത്. നമുക്ക് കൺഫർമേഷൻ 23/3/2024 മുതൽ 11/4 ഏപ്രിൽ 11-ാം തീയതി വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് 30/5/2024 മുതൽ നമുക്ക് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ നല്ലൊരു തസ്തികയാണ് സാനിറ്ററി കെമിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇനി 60 ദിവസമാണുള്ളത്. അപ്പോൾ എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മെൻറ്റർഷിപ്പ് ഗോൾഡ് ബാച്ച് മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് സാനിറ്ററി കെമിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് നിമ്മി മിസ്സിൻ്റെ ഒരു ക്ലാസ്സും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് ഗോൾഡ് ബാച്ചിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഗോൾഡ് ബാച്ച്, സാനിറ്ററി കെമിസ്ട്രി ഗോൾഡ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ്, കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് കോഴ്സ് 60 ഡേയ്സ് എക്സാം വരെ വാലിഡിറ്റിയോട് അടങ്ങുന്ന 60 ദിവസത്തെ കോഴ്സാണ് എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഇനി 60 ദിവസമാണുള്ളത്. 60 ദിവസം നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. ഓരോ വീഡിയോ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ട് സമയം കളയേണ്ട കാര്യമില്ല. നോട്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ കഴിയുന്ന രീതിയിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ ലൈവ് എക്സാംസും മോക്ക് എക്സാംസും ഡെയിലി റാങ്ക് ബൂസ്റ്റർ എക്സാമും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാംസിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു നെഗറ്റീവ് മാർക്കുള്ള എക്സാമാണ്. അവിടെ നമ്മൾ എത്രമാത്രം പഠിച്ചാലും മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത നിങ്ങൾക്ക് മെൻറ്ററുമായിട്ടുള്ള സംസാരിക്കാൻ കഴിയും. മെൻറ്റർഷിപ്പ് ഗോൾഡ് ബാച്ചിൻ്റെ ഏറ്റവും പ്രത്യേകത മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ്. മെൻറ്ററുമായിട്ട് സംസാരിക്കുവാനും നിങ്ങൾക്ക് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒപ്പം തന്നെ വീക്കെൻഡ് ലൈവ് സെഷനും ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് എത്തുന്നുണ്ട്. ലൈവായിട്ട് തന്നെ ഫാക്കൽറ്റീസിനോട് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിച്ചതിൻ്റെ ഡൗട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും കഴിയുന്നതാണ്. മോഡൽ എക്സാംസ് നമ്മൾ വീക്ക്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പോരാഞ്ഞിട്ട് ഡെയിലി റാങ്ക് ബൂസ്റ്റർ എക്സാം ടഫായ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം സീരീസും ഒക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ടാൽ കോഴ്സ് ഡീറ്റെയിൽസും മറ്റുമൊക്കെ അറിയാൻ കഴിയും. നമുക്ക് 60 ദിവസം ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോടുകൂടി മുന്നോട്ട് പഠിക്കാം. ഒപ്പം മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ലൈവ് ക്ലാസ്സുകളുമായിട്ട് ഫാക്കൽറ്റീസ് എത്തുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സിന് പുറമെ അതുപോലെ തന്നെ വീക്കെൻഡ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസുമായിട്ടും ഫാക്കൽറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇത്രയും സവിശേഷത അടങ്ങുന്ന ഗോൾഡ് ബാച്ചാണ് എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഹായ് എവരിവൺ, വെൽക്കം ടു എൻട്രി ലേണിംഗ് ആപ്പ്. എൻ്റെ പേര് ദിവ്നി. ഇന്ന് നമ്മൾ സെൽ ബയോളജിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് നോക്കുന്നത്. ദാറ്റ് ഈസ് സെൽ മെംബ്രെയിൻ. അപ്പോൾ സെൽ ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഓർഗനൽസിനെ പറ്റിയാണ്. അതായത് നമ്മളുടെ സെല്ലിനുള്ളിൽ കാണുന്ന കുറച്ച് സ്ട്രക്ചേഴ്സിനെ പറ്റി. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഇത് ഓർഗനൽ അല്ല, ആക്ച്വലി നമ്മുടെ സെല്ല് കവർ ചെയ്യുന്ന ഒരു പോർഷനാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ മെംബ്രെയിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഹ്യൂമൻ്റെ സെല്ലോ അല്ലെങ്കിൽ അനിമൽ സെല്ലോ ഒരു ലിവിങ് സെൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ മെംബ്രെയിൻ ആണ് എന്ത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഔട്ടർ തിൻ മെംബ്രെയിൻ ഓർ ദ ലെയർ ഓഫ് ദ ലിവിങ് സെൽ. അപ്പം ഏറ്റവും ഔട്ടറായിട്ട് കാണുന്ന തിൻ ആയിട്ടുള്ളൊരു മെംബ്രെയിൻ ആണ് ലിവിങ് സെല്ലിൻ്റെ ഏറ്റവും ഔട്ടർ ആയിരുന്ന ഒരു തിൻ മെംബ്രെയിൻ ആണ് എന്ത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് സെല്ലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ടറായിട്ട് സെൽ വാൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും സെൽ മെംബ്രെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട, ഇത് ഓർത്താൽ മതി. ഒരു അനിമൽ സെൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് ഔട്ടർ ആയിട്ടുള്ള തിൻ മെംബ്രെയിനെയാണ് എന്തെന്ന് പറയാം സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് സെൽ മെംബ്രെയിന് വേറൊരു പേരും പറയാറുണ്ട്, ദാറ്റ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് സെൽ മെംബ്രെയിനെ പറയാറുണ്ട്. സോ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഇനി പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, പ്ലാന്റ്സിന് ഏറ്റവും ഔട്ടറായിട്ട് സെൽ വോൾ ആയിരിക്കും വരുന്നത്.
അതിനുള്ളിലായിട്ടായിരിക്കും സെൽ മെംബ്രെയിൻ വരുന്നത്. സോ ആ സെൽ മെംബ്രെയിനെ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ പ്ലാസ്മ ലെമ്മ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ സെൽ മെംബ്രെയിൻ എന്താണ്? പ്ലാസ്മ ലെമ്മയാണ്. ഓക്കെ, ഇപ്പം ഹ്യൂമൻസ് അല്ലെങ്കിൽ അനിമൽ സെൽ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താ വരുന്നത്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ടേം, അതായത് ഈ സെൽ മെംബ്രെയിൻ എന്നുള്ള ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് നഗേലി ആൻഡ് ക്രാമർ ആണ്. ഓക്കെ, നഗേലിയും ക്രാമറും കൂടെ ചേർന്നിട്ടാണ് ഈ സെൽ മെംബ്രെയിൻ എന്നുള്ള ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് കേട്ടോ. അതിനെ നമ്മളുടെ സെല്ലിനുള്ളിൽ ഇപ്പോൾ ഒരു നമ്മൾ അനിമൽ സെൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഔട്ടറായിട്ട് കാണുന്ന ഈ ഒരു പോർഷനാണ് എന്ത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആകുമ്പോൾ എന്തും കൂടെ കാണും? ഒരു സെൽ വാളും കൂടെ കാണും. ഓക്കെ, പ്ലാന്റ്സിന്റെ സെൽ മെംബ്രെയിനെ എന്തെന്ന് വിളിക്കും? പ്ലാസ്മ ലെമ്മ എന്ന് വിളിക്കും. അനിമലിന്റെ സെൽ മെംബ്രെയിനെ നമ്മൾ ജസ്റ്റ് എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സിംപ്ലി സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള തിൻ മെംബ്രെയിൻ ആണ്. ഒരു സെല്ലിന്റെ ഏറ്റവും ഔട്ടർ ആയിട്ട് കാണുന്ന മെംബ്രെയിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അതിനെ പ്ലാസ്മ ലെമ്മ എന്നാണ് പ്ലാന്റ്സിന്റെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇനി സെൽ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ അനിമൽ സെല്ലിന്റെ കാര്യമാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെൽ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ 2 ടൈപ്സ് മെംബ്രെയിൻ ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെല്ലിന്റെ ചുറ്റിനും കാണുന്നതാണ്, അല്ലെങ്കിൽ സെല്ലിനെ കവർ ചെയ്ത് കാണുന്നതാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. ഓക്കെ, ഇനി വരുന്ന ഒരെണ്ണമുണ്ട് ഇന്റേണൽ മെംബ്രെയിൻ. ഇന്റേണൽ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓർഗനൽസിനെ പറ്റിയാണ് പഠിക്കുന്നതെന്ന്. സോ ഈ ഓർഗനൽസിനെ കവർ ചെയ്ത് കാണുന്നതാണ് എന്ത്? ഇന്റേണൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെല്ലിനുള്ളിലാണ് കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് കാണും, അതാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്. സോ ഈ ഓർഗനൽസിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇന്റേണൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സെൽ മെംബ്രെയിൻ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്നും ഇന്റേണൽ മെംബ്രെയിൻ എന്നും. സൈറ്റോപ്ലാസ്മിക് എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിനെയാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇന്റേണൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിനുള്ളിൽ, ഇപ്പൊ ഇത് സെല്ലാണെങ്കിൽ ഇത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇത് സൈറ്റോപ്ലാസ്മിക് ആണ്. ഇനി ഇതിനുള്ളിൽ ഓർഗനൽസ് കാണും. ഈ ഓർഗനൽസിനെ കവർ ചെയ്തിട്ടുള്ള മെംബ്രെയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്റേണൽ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പം സെൽ മെംബ്രെയിന് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനും ഉണ്ട്, ഇന്റേണൽ മെംബ്രെയിനും വരുന്നുണ്ട്. ഇനി നമുക്ക് സെൽ മെംബ്രെയിൻ്റെ കോമ്പോസിഷൻ, അതായത് സെൽ മെംബ്രെയിൻ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് സെൽ മെംബ്രെയിനിൽ വരുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ സെൽ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിലും അതിനകത്ത് മെയിൻ ആയിട്ട് 2 ആൾക്കാരാണ് വരുന്നത്. ഒന്ന് പ്രോട്ടീൻ, പ്രോട്ടീൻ കാണും, പിന്നെ എന്ത് വരും? ലിപ്പിഡ്സ് വരും. അപ്പം ഏതൊരു സെൽ മെംബ്രെയിൻ എടുത്താലും അതിൽ 2 കമ്പോണൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലിപ്പിഡ്സ്. ഓക്കെ, അതിൻ്റെ ഒരു കോമ്പോസിഷൻ ഏകദേശം പ്രോട്ടീൻ എന്ന് പറയുന്നത് 40 to 50% ആയിരിക്കും. സെൽ മെംബ്രെയിൻ്റെ 40 to 50% പ്രോട്ടീൻ ആയിരിക്കും. 50 to 60% എന്തായിരിക്കും? ലിപ്പിഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെൽ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ്? 2 കമ്പോണൻ്റ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? പ്രോട്ടീനും ലിപ്പിഡ്സും. പ്രോട്ടീൻ എത്ര പെർസെൻറ്റേജ് ആണ്? 40 to 50%, ലിപ്പിഡ്സ് 50 to 60% ആണ് കാണുക. ഇനി ഈ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞില്ലേ, പ്രോട്ടീൻസ് പല പ്രോട്ടീൻസ് വരുന്നുണ്ട്. ബട്ട് ഈ ലിപ്പിഡ്സിന്റെ കാര്യത്തിൽ മെയിനായിട്ടും 3 ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെൽ മെംബ്രെയിനിലെ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞില്ലേ, അത് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഫോസ്ഫോ ലിപ്പിഡ്സ് കാണാറുണ്ട്, ഗ്ലൈക്കോ ലിപ്പിഡ്സ് കാണാറുണ്ട്, സ്റ്റിറോയിഡ്സ് കാണാറുണ്ട്. ഏതൊക്കെയാണ് കാണുന്നത്? ഈ ലിപ്പിഡ്സ് 3 തരത്തിൽ. ഈ ലിപ്പിഡ്സ് ആണ് ഈ 3 തരത്തിലുള്ളത്. ഏതൊക്കെയാണ്? ഫോസ്ഫോ ലിപ്പിഡ്സ്, ഗ്ലൈക്കോ ലിപ്പിഡ്സ് ആൻഡ് സ്റ്റിറോയിഡ്സ്. ഈ 3 രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ 3 ലിപ്പിഡ്സ് ആയിരിക്കും സെൽ മെംബ്രെയിനിൽ വരുന്നത്. അത് തന്നെ വേരി ചെയ്യും. ഓരോ സെല്ലിലും ഓരോ ടൈപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻസിനുള്ളതായിരിക്കില്ല, വേറൊരു ലിവിങ് ഓർഗാനിസത്തിൽ കാണുക. ഇപ്പോൾ ബാക്ടീരിയയുടെ കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഇതനുസരിച്ച്, ഓർഗാനിസം അനുസരിച്ച് അത് വേരി ചെയ്തിരിക്കും കേട്ടോ. അതിൻ്റെ പെർസെൻറ്റേജും കോമ്പോസിഷനിലും എല്ലാം വേരിയേഷൻ വരും. സോ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ഹ്യൂമൻ പ്ലാസ്മ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ അനിമൽ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്സ് കാണുന്നത് 55% ആണ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ്സ് ആയിരിക്കും അവിടെ കൂടുതലായിട്ടുള്ളത്.
പിന്നെ ഗ്ലൈക്കോലിപ്പിഡ്സ് ഉണ്ട്, അത് 5% ആണ്. പിന്നെ സ്റ്റിറോയിഡ്സ് കാണാറുണ്ട്, അത് 20% കാണാറുണ്ട്. പിന്നെ ബാക്കി ലിപ്പിഡ്സ് എല്ലാം കൂടെ ഒരു 20% കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഒരു ബാക്ടീരിയൽ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, അതിനകത്ത് സ്റ്റിറോയിഡ് ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ സ്റ്റിറോൾ ആയിട്ട് വരുന്നത് കൊളസ്ട്രോൾ ആണ്. ദാറ്റ് ഇസ് 70% കൊളസ്ട്രോൾ ആണ് വരുന്നത്. പിന്നെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, ദാറ്റ് ഇസ് 30% ആയിരിക്കും ഫോസ്ഫോലിപ്പിഡ്സ്. സോ ഓരോ സെൽ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഓർഗാനിസം അനുസരിച്ച് എന്ത് പറ്റുന്നു, ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ വരാറുണ്ട്. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഓർക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, സെൽ വാളിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, പ്രോട്ടീൻ വരുന്നുണ്ട്, അതേപോലെ ലിപ്പിഡ്സ് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ലിപ്പിഡ്സ് ഏതൊക്കെയാണ്, ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ് ആൻഡ് സ്റ്റിറോയിഡ്. ക്ലിയർ? ഇനി നമുക്ക് ഓരോ കമ്പോണൻറ്റ് ഒന്ന് നോക്കാം. ഫോസ്ഫോലിപ്പിഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പം അതിനകത്തൊരു പോളി സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഒരു ലിപ്പിഡ് ചെയിൻ കാണും. അതിനെ നമ്മൾ ലിപ്പിഡിൻ്റെ ഒരു ടെയിൽ കാണും, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കാണും. ഓക്കെ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പിന്നെ ലിപ്പിഡിൻ്റെ ഒരു ചെയിനും കാണും. ഓക്കെ, ഒരു ടെയിലും കാണും. സോ ഇത് രണ്ടും കൂടെ, ഒരു ലിപ്പിഡും അല്ലെങ്കിൽ ഒരു ഫാറ്റി ആസിഡും ഫോസ്ഫേറ്റും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫോസ്ഫോലിപ്പിഡ്സ് കിട്ടുന്നത്. സോ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കാണും, ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ ഫോസ്ഫേറ്റ് ഹെഡ് കാണും. ഹൈഡ്രോഫിലിക് ആണ്. ഹൈഡ്രോഫിലിക് എന്ന് വെച്ചാൽ എന്താണ്, വാട്ടറുമായിട്ട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ വാട്ടറിനെ ലവ് ചെയ്യുന്ന, വാട്ടറുമായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അതാണ് ഇവിടുത്തെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹൈഡ്രോഫിലിക് ഹെഡ്. അത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു പോർഷൻ വരുന്നുണ്ട്. ഹൈഡ്രോഫോബിക് ആയിട്ട് വരുന്നതാണ് ഈ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിഡ് പോർഷൻ. അതാണ് അവിടുത്തെ ടെയിലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സിനകത്ത് എന്തൊക്കെ വരുന്നു, അപ്പോൾ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വരുന്നുണ്ട്, ഒരു ലിപ്പിഡും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു ലിപ്പിഡും കൂടെ ചേരുന്നതാണ് ഫോസ്ഫോലിപ്പിഡ്. അതിലാണ് ആ രണ്ടാൾക്കാരെ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് എന്ത്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത്. ഈ ലിപ്പിഡ് പോർഷനാണ് ഇവിടുത്തെ എന്ത്, ഹൈഡ്രോഫോബിക് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ആ ഹെഡ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലോട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സൈറ്റോസോളിലോട്ടായിരിക്കും, അക്വസ് ആയിട്ടുള്ള സൈറ്റോസോളിലോട്ടായിരിക്കും അവർക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ അക്വസ് ഫേസ് ഏതാണോ അങ്ങോട്ടായിരിക്കും അവർ നിൽക്കുന്നത്. ടെയിൽ എന്താണ്, വാട്ടർ ഹീറ്റിംഗ് ആണല്ലേ, അപ്പം അതിന് ദൂരോട്ട് പുറത്തോട്ടായിരിക്കും അവർ വരിക. ഓക്കെ, അപ്പം ഹെഡ് എപ്പോഴും വാട്ടർ ഉള്ള സ്ഥലത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും, ടെയില് അതിൽ നിന്ന് ദൂരോട്ട് മാറിയായിരിക്കും ഇരിക്കുക. എവേ ഫ്രം സൈറ്റോസോൾ ആയിരിക്കും ടെയില് വരുന്നത്. ഓക്കെ, ടെയിൽ ഏരിയ എവിടെ വരും, എവേ ഫ്രം സൈറ്റോസോൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആൻഡ് ഈ ഒരു ഫോസ്ഫോലിപ്പിഡ് കാരണമാണ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെംബ്രെയിനിലൂടെ ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് കേട്ടോ. മെംബ്രെയിൻ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഫോസ്ഫോലിപ്പിഡ് ആണ്. ആൻഡ് ലിപ്പിഡ് ബൈ ലെയർ എന്നാണ് നമ്മൾ ആ മെംബ്രെയിനെ വിളിക്കുന്നത്. സോ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പം സെൽ മെംബ്രെയിൻ എപ്പോഴും സെമി പെർമിയബിൾ ആണെന്നുള്ളതും ഓർത്ത് വെച്ചേക്കാം. സെൽ മെംബ്രെയിൻ എന്താണ്, സെമി പെർമിയബിൾ ആണ്. സെമി പെർമിയബിൾ മീൻസ് എന്താണ്, പെർമിയബിൾ ആണ്, മൂവ് ചെയ്യിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് സെമി എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തം ആൾക്കാരെ ഇല്ല, കുറച്ച് ആൾക്കാരെ മാത്രം, സെലക്റ്റീവ് ആയിട്ട് ആൾക്കാരെ ഉള്ളിലോട്ട് കടത്തി വിടുന്നവരാണ് എന്ത്, സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ക്ലിയർ ആണല്ലോ. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്, സെൽ മെംബ്രെയിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. അതിനകത്ത് എന്തുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു ലിപ്പിഡിൻ്റെ ഒരു പോർഷനും വരുന്നുണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഇവിടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ളത് ആ ലിപ്പിഡിൻ്റെ പോർഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫോസ്ഫോലിപ്പിഡ്. സെക്കൻഡ് വൺ ഈസ് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് കാണാറുണ്ട്. അത് നമ്മൾ നേരത്തെ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോർഷനിൽ അത് വരുന്നുണ്ട്. അല്ലാതെയും കാർബോഹൈഡ്രേറ്റ് കാണും. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഷുഗർ, അവരെന്ത് ചെയ്യാറുണ്ട്, ഈ പ്രോട്ടീൻ്റെയും ലിപ്പിഡിൻ്റെയും കൂടെ കപ്പിൾ ചെയ്ത് കാണാറുണ്ട്. ആ പ്രോട്ടീൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിപ്പിഡിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടോ ആരും കൂടെ കാണാറുണ്ട്, കാർബോഹൈഡ്രേറ്റും കാണാറുണ്ട്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ഓൺലി ബി ഫൗണ്ട് ഓൺ ദ എക്സ്ട്രാ സെല്ലുലാർ സൈഡ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. അതായത് നമ്മളെ സെൽ ഇതാണെന്ന് വെച്ചോളൂ, സെൽ മെംബ്രെയിൻ ഈ പോർഷൻ ആണല്ലോ. സോ ഈ സെൽ മെംബ്രെയിൻ്റെ പുറത്തോട്ടായിരിക്കും
ഈ കാർബോഹൈഡ്രേറ്റ് പോർഷൻ കാണുന്നത് അകത്തോട്ടായിരിക്കത്തില്ല. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുമ്പോൾ സെല്ലിന് പുറത്തോട്ടായിരിക്കും എന്ത് വരിക, കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ സെല്ലിന്റെ പ്രോട്ടീനിലോ സെൽ മെംബ്രെയിനിലെ പ്രോട്ടീനിലോ ലിപ്പിഡിന്റെയോ ഉള്ളിലേക്കാണ് അല്ലെങ്കിൽ അതിലേക്കാണ് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ബട്ട് അത് എവിടെ ആയിരിക്കും കാണുക, സെല്ലിന് പുറത്തോട്ടായിരിക്കും കാണുക. ഓക്കെ, ഈ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റും ലിപ്പിഡും കൂടെ ചേരുന്നതാണ് എന്ത്, ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷുഗറും ലിപ്പിഡും കൂടെ ചേർന്നാണ് ഗ്ലൈക്കോലിപ്പിഡ് ഉണ്ടാവുന്നത്. അതേപോലെ ഗ്ലൈക്കോ പ്രോട്ടീനും കാണാറുണ്ട് കേട്ടോ. ഗ്ലൈക്കോ പ്രോട്ടീനും വരാറുണ്ട്. ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, പ്രോട്ടീൻ്റെ കൂടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ യൂണിറ്റ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ ചെയിൻ എന്ത് ചെയ്യുന്നു, ലിങ്ക് ടു ദ ലിപ്പിഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കാണും സെൽ മെംബ്രെയിൻ്റെ സർഫസിൽ. അപ്പോൾ അവർ മെയിനായിട്ടും എന്തിനാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സെല്ലാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്ലൈക്കോലിപ്പിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ ദേ അസിസ്റ്റ് ഇൻ ദ സെൽ ഇൻ റെക്കഗ്നൈസിങ് അതർ സെൽ ഇൻ ദ ബോഡി. ഓരോ സെല്ലുകളെ പരസ്പരം തരംതിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഗ്ലൈക്കോലിപ്പിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏതാ നോക്കിയാൽ ഫോസ്ഫോലിപ്പിഡ് പഠിച്ചു. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ലിപ്പിഡും കൂടെ ചേർന്ന് വരുന്നതാണ് ഫോസ്ഫോലിപ്പിഡ്സ്. അതാണ് കൂടുതലും കാണുന്നത് കേട്ടോ. പിന്നെ വരുന്ന ഒരെണ്ണമാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എങ്ങനെ ആയിരിക്കും, ഒന്നെങ്കിൽ ലിപ്പിഡിൻ്റെ കൂടെ ഇരിക്കും അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കൂടെ ഇരിക്കും. ലിപ്പിഡിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് വിളിക്കും. പ്രോട്ടീൻ്റെ കൂടെ ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും, ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് കൊളസ്ട്രോൾ. ഓക്കെ, കൊളസ്ട്രോളും കാണാറുണ്ട്. നമ്മൾ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞില്ലേ, സ്റ്റിറോയിഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് അത് സ്റ്റിറോൾ ആവുന്നത്. അതിന് എക്സാമ്പിളാണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോളും എന്തിൻ്റെ ഒരു പാർട്ടാണ്, സെൽ മെംബ്രെയിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ അത് ഈ മെംബ്രെയിനിൽ ഫോസ്ഫോലിപ്പിഡിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തങ്ങ് കിടക്കുകയാണ് കേട്ടോ കൊളസ്ട്രോൾ. ആൻഡ് അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെല്ലിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ് കൊളസ്ട്രോളിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പം ഈ ഫോസ്ഫോലിപ്പിഡ്സ് ക്ലോസ്ലി പാക്ഡ് ആവാതെ കുറച്ച് ദൂരെ ആക്കുന്നത് ആരാണ്, ഈ കൊളസ്ട്രോൾ ആണ്. സോ അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെൽ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, കൊളസ്ട്രോൾ ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണം. സെൽ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊളസ്ട്രോൾ ആണ്. ഇനി പ്ലാന്റ് സെൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തില്ല, കൊളസ്ട്രോൾ ഇല്ല. പ്ലാന്റ് സെല്ലിൽ കൊളസ്ട്രോള് വരുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ കൊളസ്ട്രോൾ ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ദ സെൽ. സെല്ലിൻ്റെ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് കൊളസ്ട്രോള് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം നോക്കി. ഏതൊക്കെയാണ്, ഫോസ്ഫോലിപ്പിഡ് നോക്കി, പിന്നെ എന്താണ്, കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോലിപ്പിഡ് വരുന്നു എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ കൊളസ്ട്രോള് നോക്കി. ഇനി ഇവരെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് സെൽ മെംബ്രെയിൻ ഫോം ചെയ്തെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ. ഓക്കെ, അത് തന്നെ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും പല ആൾക്കാർ പല സ്ട്രക്ചേഴ്സ് കൊണ്ടുവരല്ലേ. അതിന് സെൽ മെംബ്രെയിനും മെയിനായിട്ടും 3 മോഡൽസ് ആണ് വരുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 മോഡൽസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് മോഡലാണ്. ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാൻഡ്വിച്ച് മോഡൽ പഠിച്ചിരിക്കണം. സാൻഡ്വിച്ച് മോഡൽ അത് പ്രപ്പോസ് ചെയ്തത് ഡാനിയലി ആൻഡ് ഡേവിഡ്സൺ ആണ്. ഡാനിയലി ആൻഡ് ഡേവിഡ്സണിൻ്റെ സാൻഡ്വിച്ച് മോഡൽ. ഓക്കെ, സാൻഡ്വിച്ച് മോഡൽ പ്രപ്പോസ്ഡ് ബൈ ഡാനിയലി ആൻഡ് ഡേവിഡ്സൺ. അതാണ് ഫസ്റ്റ് മോഡൽ. സെൽ മെംബ്രെയിൻ്റെ ഫസ്റ്റ് മോഡൽ അതാണ്. സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് യൂണിറ്റ് മെംബ്രെയിൻ മോഡലാണ്. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ അല്ലെങ്കിൽ യൂണിറ്റ് മെംബ്രെയിൻ ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ യൂണിറ്റ് മെംബ്രെയിൻ അത് പ്രപ്പോസ് ചെയ്തത് റോബർട്ട്സൺ ആണ്. ഓക്കെ, റോബർട്ട്സണിൻ്റെ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ആൻഡ് മോസ്റ്റ് അക്സെപ്റ്റഡ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ഇതാണ്, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ. സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ആ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, സോ ഇല്ല കേട്ടോ. സോ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് സിംഗർ ആൻഡ് നിക്കോൾസൺ. അപ്പോൾ 3 മോഡൽസ് ആണ്. ഏതൊക്കെയാണ്, സാൻഡ്വിച്ച് മോഡൽ ഓഫ് ഡാനിയലി
ആൻഡ് ഡേവ്സൺ, യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ ഓഫ് റോബർട്ട്സൺ, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് സിംഗർ ആൻഡ് നിക്കോൾസൺ. ഈ പേരുകളും ഈ മോഡലിന്റെ പേരുമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഏതൊക്കെയാണ്? സാൻഡ്വിച്ച് മോഡൽ ആരാണ്? ഡാനിയലി ആൻഡ് ഡേവ്സൺ, DD ആണ് സാൻഡ്വിച്ച് മോഡൽ പ്രപ്പോസ് ചെയ്തത്. റോബർട്ട്സൺ ആണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ പ്രപ്പോസ് ചെയ്തത്. സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇപ്പോൾ അക്സെപ്റ്റഡ് ഏതാണ്? ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. ഇപ്പം നമ്മൾ അക്സെപ്റ്റഡ് ചെയ്തേക്കുന്ന ഏതാണ്? ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. ഇപ്പോഴത്തെ സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ മോസ്റ്റ് അക്സെപ്റ്റഡ് വണ്ണും എല്ലാം കറക്റ്റ് ആയിട്ടുള്ളതും ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ മോഡൽസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സാൻഡ്വിച്ച് മോഡൽ. സാൻഡ്വിച്ച് അല്ലേ, സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ 2 ബ്രെഡ് എടുത്ത് ഇങ്ങനെ വെക്കും, അതിനുള്ളിലായിട്ട് നമ്മളുടെ വെജീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. അതാണല്ലേ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ സാൻഡ്വിച്ചിലും അതേ കാര്യം. ആ സാൻഡ്വിച്ച് മനസ്സിലേക്ക് വെക്കുക. ഇവിടുത്തെ ബ്രെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ആണ് ഇവിടുത്തെ ബ്രെഡ്. ആരാ? പ്രോട്ടീൻ ആണ് ഇവിടുത്തെ ബ്രെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ബ്രെഡ് ആരാണ്? പ്രോട്ടീൻ ആണ്. ബ്രെഡ് പ്രോട്ടീൻ ആണ്. ഫോസ്ഫോലിപ്പിഡ് ആണ് എന്ത്? ഇവിടുത്തെ വെജീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ്സിനെയാണ്. ഇപ്പൊ സാൻഡ്വിച്ചിനകത്ത് ബ്രെഡ് എന്ന് പറയുന്നത് പ്രോട്ടീനും നടുക്കിരിക്കുന്ന വെജിറ്റബിൾസ് ആരാണ്? നമ്മളുടെ ഫോസ്ഫോലിപ്പിഡ്സും ആണ്. അപ്പോൾ ആ മോഡൽ കിട്ടിയല്ലോ. അത്രേ ഉള്ളൂ. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ 2 ബ്രെഡ് കാണും അല്ലേ, മുകളിലും താഴെയും. സോ മുകളിലും താഴെയും ആരൊക്കെ അറേഞ്ച് ചെയ്യുന്നു? ബ്രെഡ് ആരാണ്? പ്രോട്ടീൻ അറേഞ്ച് ചെയ്തു. മുകളിൽ പ്രോട്ടീൻ, താഴെയും പ്രോട്ടീൻ. നടുക്കാര് വരുന്നു? വെജീസ് വരുന്നു. ദാറ്റ് ഈസ് ഫോസ്ഫോലിപ്പിഡ്സ്. ഫോസ്ഫോലിപ്പിഡ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഒരു ഹെഡ് വരും, പിന്നെ ഒരു ടെയിൽ വരും. ഹെഡ് വരും, ടെയിൽ വരും. ഹെഡ് വരും, ടെയിൽ വരും. ഓക്കെ, ഇതേപോലെ 2 ഫോസ്ഫോലിപ്പിഡ് കാണും, 2 ലെയർ കാണും. അപ്പോൾ ഇവിടെ ഒരു ഹെഡ് വരും, ഒരു ടെയിൽ വരും. ഹെഡ് വരും, ടെയിൽ വരും. ഇവിടെ ഹെഡ് വരും, ടെയിൽ വരും. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് സ്ട്രക്ചർ. പ്രോട്ടീൻ കൊണ്ട് മുകളിൽ താഴെയും ബ്രെഡ് പോലെ കവർ ചെയ്തിരിക്കുന്നു. നടുക്ക് വെജീസ് ആയിട്ട് ഫോസ്ഫോലിപ്പിഡ് കാണുന്നു. ഇതാണ് എന്ത്? സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ സാൻഡ്വിച്ച് മോഡൽ പ്രപ്പോസ് ചെയ്ത ആരാണ്? ജെയിംസ് ഡാനിയലി ആൻഡ് ഹ്യൂഗ് ഡേവ്സൺ ആണ് ഇൻ ദ ഇയർ 1935. അപ്പം ഡാനിയലി ആൻഡ് ഡേവ്സണിന്റെ മോഡലാണ് എന്ത്? സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ് ആ പേര്? ബൈമോളിക്കുലാർ ലീഫ്ലെറ്റ് മോഡൽ. എന്താ? ബൈമോളിക്കുലാർ ലീഫ്ലെറ്റ് മോഡൽ എന്നും വിളിക്കാറുണ്ട്. ഇതനുസരിച്ച് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോളിഡ് ആയിരിക്കും സെൽ മെംബ്രെയിൻ, ഒരു സോളിഡും അതേപോലെ സ്റ്റേബിൾ സ്ട്രക്ചറും ആണെന്നാണ് പറയുന്നത്. ആൻഡ് അവിടെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 2 ഫോസ്ഫോലിപ്പിഡ്സിന്റെ ലെയറും കാണും, 2 പ്രോട്ടീൻ ലെയറും കാണും. ഇതാ ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. 2 ബ്രെഡ് വരുന്നുണ്ട്. ബ്രെഡ് ആണ് പ്രോട്ടീൻ. ഇതാണ് 2 പ്രോട്ടീൻ ലെയർ. പിന്നെ വെജീസ് ആയിട്ട് ഫോസ്ഫോലിപ്പിഡ്സ് ഇരിപ്പുണ്ടല്ലേ. സോ 2 ഫോസ്ഫോലിപ്പിഡ്സിന്റെ ലെയർ. ടോട്ടൽ 4 ലെയേഴ്സ് ആണ് വരുന്നത്. മുകളിലും താഴെയും 2 പ്രോട്ടീനും നടുക്കായിട്ട് 2 ലെയേഴ്സ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സും. ഓക്കെ അല്ലേ? ഇതാണ് സ്ട്രക്ചർ. ഈ വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മളെ പ്രോട്ടീൻ. ഇതാണ് ബ്രെഡ്. ഓക്കെ, അതിനുള്ളിൽ വെജീസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും സെല്ലിനു ഉള്ളിലേക്കാണ്, അകത്തോട്ടാണ് എന്തിരിക്കുക? ലിപ്പിഡ് പോർഷൻ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ളത്. ഇത് പുറത്തേട്ടായിരിക്കും ഇരിക്കുക. ഇതാണ്. അപ്പം ഹെഡുകൾ പുറത്തേക്ക് വരുന്നു, മറ്റേ ആള് അകത്തേക്ക് വരുന്നു. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫാറ്റി ആസിഡ് ലിപ്പിഡ് പോർഷൻ. ഇത് അതിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അപ്പം എന്താ? ഇത് ഒരു ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ്, ഇത് അടുത്ത ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ്, ഇത് ഒരു പ്രോട്ടീൻ ലെയർ, ഇത് അടുത്ത പ്രോട്ടീൻ ലെയർ. ഓക്കെ, അപ്പം 2 പ്രോട്ടീൻ ലെയറും 2 ഫോസ്ഫോലിപ്പിഡിൻ്റെ ലെയറും. ഓക്കെ അല്ലേ? സോ ഇതാണ് ഒരു സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. ഇത് ഏത് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഏത് മോഡലാണ്? സാൻഡ്വിച്ച് മോഡലാണ്. ഓക്കെ, ഇവിടെ സാൻഡ്വിച്ച് ആയിട്ട് വരുന്ന ആരാണ്? ബ്രെഡാണ് ഇവിടുത്തെ ഫോസ്ഫേറ്റ്. അകത്തിരിക്കുന്ന വെജീസ് ആണ് ഇവിടുത്തെ ആര്? ഫോസ്ഫോലിപ്പിഡ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഹൈഡ്രോഫിലിക് ഹെഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്. ഫോസ്ഫോലിപ്പിഡിന്റെ ഹൈഡ്രോഫിലിക് ഹെഡ് എപ്പോഴും എന്തായിരിക്കും? ഔട്ട്വേർഡ്സ് ആയിട്ടായിരിക്കും, പുറത്തേക്കായിരിക്കും ഈ ഹെഡ് വരുന്നത്. ഉള്ളിലേക്കായിരിക്കും എന്ത് വരിക? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ പോർഷൻ, ലിപ്പിഡ് ചെയിൻ വരുന്നത്. ഓക്കെ, അതും മസ്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി പോളാർ എൻഡ് ഓഫ് ലിപ്പിഡിന്റെ പോളാർ എൻഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വയ്ക്കും?
ഇവിടെ ഇരിക്കുന്ന പ്രോട്ടീനുമായിട്ട്, അതായത് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഈ പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണുന്നത്. ഇവിടുത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്താണ് കാണുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഡബിൾ ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ് വരുന്നുണ്ട്, ഡബിൾ ലെയർ ഓഫ് പ്രോട്ടീനും വരുന്നുണ്ട്. സോ പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഡബിൾ ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു എസെൻഷ്യൽ കണ്ടിന്യൂസ് ലെയർ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ രണ്ട് ഡബിൾ ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡിനെ സാൻഡ്വിച്ച് ചെയ്ത് എന്ത് കാണും, പ്രോട്ടീൻ, കണ്ടിന്യൂസ് ലെയർ ഓഫ് പ്രോട്ടീൻ കാണും എന്നാണ് സാൻഡ്വിച്ച് മോഡലിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം മാത്രം ഓർക്കുക. സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുമ്പോൾ സാൻഡ്വിച്ച് മനസ്സിലേക്ക് വരണം. ബ്രെഡായിട്ട് പ്രോട്ടീൻ, ഉള്ളിലായിട്ട് എന്ത് വരുന്നുണ്ട്, ഫോസ്ഫോ ലിപ്പിഡ്സ് വരുന്നുണ്ട്. അതിൽ ഹൈഡ്രോഫിലിക്ക് മുകളിലോട്ട് ഇതാ ഇങ്ങനെ വരും, ഉള്ളിലേക്കാണ് എന്ത് വരുന്നത്, ഹൈഡ്രോഫോബിക് ടെയിൽ വരുന്നത്. ഓക്കെ, സിമ്പിൾ. ഇത്രേ ഉള്ളൂ സാൻഡ്വിച്ച് മോഡൽ. എന്താണ് കണ്ടല്ലോ, പ്രോട്ടീൻ ആണ്. എന്താണ് സാൻഡ്വിച്ച് ആയിട്ട് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പ്രോട്ടീൻ, സോറി ഇതാണ് ഹൈഡ്രോഫിലിക് സോൺ, ദിസ് ഈസ് ദ പ്രോട്ടീൻ. ഇനി ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇതാണ് ഫോസ്ഫോലിപ്പിഡ്, ഇതായിരിക്കുന്നു. ഇത് ഹെഡ്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ്, ഇത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ. ഓക്കെ അല്ലേ. ഇനി സാൻഡ്വിച്ച് മോഡലിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ലിപ്പോ പ്രോട്ടീൻ സാൻഡ്വിച്ച് എന്ന് പറയാറുണ്ട്. സാൻഡ്വിച്ച് മോഡൽ ആ പേര് തന്നെ ഇവിടെ വരുന്നുള്ളൂ, ലിപ്പോ പ്രോട്ടീൻ സാൻഡ്വിച്ച് എന്നുള്ള പേര്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, സാൻഡ്വിച്ച് മോഡൽ അല്ലേ. സാൻഡ്വിച്ച് മോഡൽ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ആണ് ഇവിടുത്തെ ബ്രെഡ്, ഇതാണ് പ്രോട്ടീൻ. രണ്ട് ബ്രെഡിന് നടുക്കായിട്ട് നമ്മൾ എന്ത് വെക്കും, വെജീസ് വെക്കും. വെജീസ് അറേഞ്ച് ചെയ്യാം. എന്താണ് വെജീസ് ഇവിടുത്തെ, ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഇവിടുത്തെ വെജീസ്. ഇതാണ് ഫോസ്ഫോലിപ്പിഡ്സിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഇതാ ഈ പ്രോട്ടീനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും, ഹൈഡ്രോഫോബിക് അകത്തേക്ക് വരും. ഇതാണ് നമ്മളുടെ ഹെഡ് പോർഷൻ, ഹൈഡ്രോഫിലിക്. ഇതെന്താണ്, ടെയിലാണ്, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലാണ് ഇത്. ഇതെന്താണ്, പ്രോട്ടീനാണ്. ഓക്കെ, പ്രോട്ടീനും ഇത് ലിപ്പോ ഫോസ്ഫോലിപ്പിഡും. ഓക്കെ ആണല്ലോ. അങ്ങനെ ഒരു സാൻഡ്വിച്ച് മോഡൽ ഫോം ചെയ്തിരിക്കുന്നു. ഡാനിയലി ആൻഡ് ഡേവ്സണിൻ്റെ ആണ് സാൻഡ്വിച്ച് മോഡൽ. സോ നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. രണ്ടാമത്തേതാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി നേരത്തെ അതേ മോഡൽ തന്നെയാണ്, പക്ഷേ ഇദ്ദേഹം അതായത് റോബർട്ട്സൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സെൽ എടുത്താലും ആ സെല്ലിനകത്തുള്ള ഓർഗനൽസ് ആയാലും എല്ലാത്തിനും സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെയിം കോമ്പോസിഷൻ ആയിരിക്കും, യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ്. അതായത് ഒരേ കോമ്പോസിഷൻ ആയിരിക്കും എല്ലായിടത്തും നോക്കിയാലും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, ഇന്റേണൽ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിലെ കോമ്പോസിഷനിൽ ചേഞ്ചസ് വരാം, പക്ഷേ റോബർട്ട്സൺ പറഞ്ഞ എന്താണ്, എല്ലായിടത്തും എന്ത് തന്നെ ആയിരിക്കും, സെൽ മെംബ്രെയിൻ ഉണ്ടോ അതെല്ലാം സെയിം ആയിരിക്കും, കോമ്പോസിഷനും സെയിം ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്, റോബർട്ട്സൺ പറയുന്നത്. സോ ഓൾ ബയോളജിക്കൽ മെംബ്രെയിൻ ഷോ ജനറലൈസ്ഡ് യൂണിറ്റ് മെംബ്രെയിൻ കൺസ്ട്രക്ഷൻ ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്, ജനറൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടുള്ള ഒരേ ഒരു യൂണിറ്റ് തന്നെ ആയിരിക്കും കാണിക്കുക. അതാണ് റോബർട്ട്സൺ പറയുന്നത്. ആൻഡ് അവിടെ നമ്മൾ സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ട്രൈ ലാമിനാർ പോലാണ്, അതായത് നേരത്തെ കാണിച്ച പോലെ ഒരു പ്രോട്ടീൻ കാണും, പിന്നെ നടുക്കായിട്ട് എന്ത് വരും, ഫോസ്ഫോലിപ്പിഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് രണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഓസ്മിയോഫിലിക് ആയിട്ടുള്ള ലെയറും കാണും, ഒരു ലൈറ്റ് ആയിട്ടുള്ള, ഇതാണ് രണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഓസ്മിയോഫിലിക് എന്ന് പറയുന്നത്, ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ലെയറും ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹം പറയാറുണ്ട്, നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ ഇല്ലേ, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്രീ സർഫസ്, ഇപ്പൊ സെല്ലിന്റെ ഇതാണല്ലോ നമ്മൾ സെൽ മെംബ്രെയിൻ വരയ്ക്കുന്നത്, ഇപ്പൊ ഇത് സെല്ലിന്റെ കണ്ടന്റ് ആണ് ഇവിടെ ഉണ്ടെന്ന് വെച്ചോളൂ, സെല്ലിന്റെ കണ്ടന്റ് ആണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സർഫസ് ഏതാണ്, ഇതാണല്ലേ. ഇപ്പൊ ഈ ഫ്രീ സർഫസ് തിക്കർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു സെൽ എടുക്കുകയാണ്, ഓക്കെ, സെല്ലിന്റെ ഇത് ഒരു പ്രോട്ടീൻ ലെയർ ആണെന്ന് വെച്ചോ, ഇത് അടുത്തൊരു പ്രോട്ടീൻ ലെയർ ആണ്, ഇതിനുള്ളിലാണ് നമ്മള് ഫോസ്ഫോലിപ്പിഡ് വരുന്നത്, ഇത് സെല്ലിന്റെ അകത്തുള്ള കണ്ടന്റ്. റോബർട്ട്സൺ പറയുന്നത് എന്താണ്, സെല്ലിന് ഫ്രീ ആയിട്ടുള്ള സർഫസ് ഇതാണല്ലേ, ഇതെന്താണ് സൈറ്റോപ്ലാസവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഫ്രീ ആയിട്ടുള്ള ഈ സർഫസ് എന്തായിരിക്കും, തിക്കർ ആയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അവിടുത്തെ പ്രോട്ടീൻ എന്തായിരിക്കും, കുറച്ച്
തിക്കർ ആയിരിക്കും. സെല്ലുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോർഷനിൽ എന്തായിരിക്കും? തിന്നർ ആയിട്ടായിരിക്കും വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ, അതിൽ നിന്ന് തന്നെ മനസ്സിലായി പ്രോട്ടീൻ ലെയർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ കുറച്ച് കട്ടിയും ഇവിടെ കുറച്ച് ലൈറ്റും ആയിട്ടായിരിക്കും. സോ പ്രോട്ടീൻ ലെയർ എന്താണ്? അസിമെട്രിക് ആണ്. ഇവിടെ അസിമെട്രിക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റേ അതേ സ്ട്രക്ചർ തന്നെ, സാൻഡ്വിച്ച് തന്നെ, മറ്റേ അവിടെ എന്താണ്? അവിടെ യൂണിഫോം ആണെന്നാണ് പറഞ്ഞെങ്കിൽ ഇവിടെ എന്ത് പറയുന്നു? ഒരു ലെയർ കുറച്ച് തിക്കറും ഈ സെല്ലുമായിട്ട് കോണ്ടാക്ട്, സെല്ലിൻ്റെ സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആ ലെയർ തിന്നറും ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുക. ഓക്കെ, ഓൺ ദ ഔട്ടർ സർഫസിൽ മ്യൂക്കോ പ്രോട്ടീൻസും കാണാറുണ്ടെന്ന് പറയുന്നുണ്ട്. വേറാസ് ഇന്നർ സർഫസിൽ അതില്ല. അതുകൊണ്ടാണ് ഈ തിക്നെസ് കുറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? ഈ ഒരു പോയിന്റ് ആണ്. അതായത് ഔട്ടർ ആയിട്ടുള്ള ലെയറിൽ തിക്നെസ് കൂടുതലും ഇന്നർ ആയിട്ടുള്ള ലെയറിൽ തിക്നെസ് കുറവ് എന്നാണ് റോബർട്ട്സൺ പറയുന്നത്. സോ ഇവിടെ കാണാം നമുക്ക്, ഇതാണ് പ്രോട്ടീൻ, ഇതാണ് ഫോസ്ഫോലിപ്പിഡ്. അപ്പോൾ ഇവിടെ ഓക്കെ, ലിപ്പിഡ് ബൈലെയർ ഉണ്ട്, പിന്നെ 2 പ്രോട്ടീൻ ലെയർ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ ലെയർ നോക്കുവാണെങ്കിൽ ഔട്ടർ ആയിട്ടുള്ള പ്രോട്ടീൻ ലെയർ എന്താണ്? കുറച്ച് തിക്കറാണല്ലേ, ഇവിടെ കുറച്ച് തിന്നർ ആണെന്നാണ് പറയുന്നത്. ഇത് അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡലല്ല. റോബർട്ട്സണിന്റെ മോഡൽ അധികം അക്സെപ്റ്റഡ് ആയിട്ടുള്ളതല്ല. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വൺ, ഇപ്പം ഏറ്റവും അക്സെപ്റ്റഡും നമ്മളിപ്പോൾ പഠിക്കുന്നതും ഏതാണ്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഓക്കെ, അപ്പോൾ ആ വേർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. ആദ്യം ഫ്ലൂയിഡ് കണ്ടന്റ് ആണ്, അതായത് ഇച്ചിരി ഒഴുകി ഉള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഇനി മൊസൈക്ക് എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ തറയൊക്കെ കണ്ടിട്ടില്ലേ? പണ്ടത്തെ തറയ്ക്കകത്താണെങ്കിൽ ഇങ്ങനെ നമ്മൾ മൊസൈക്ക് പോലെ ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമല്ലേ? സോ ഇങ്ങനെ ആയിരിക്കും നമ്മളെ സെൽ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. ഒരു മൊസൈക്ക് പോലെ ആയിരിക്കും സെൽ മെംബ്രെയിൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അപ്പോൾ ആരാണ് അത് പ്രപ്പോസ് ചെയ്തത്? എസ്.ജെ. സിംഗറും അതേപോലെ ഗാർത്ത് എൽ നിക്കോൾസണും ആണ് ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത് എസ്.ജെ. സിംഗർ ആൻഡ് ഗാർത്ത് എൽ നിക്കോൾസൺ ആണ്. അപ്പം സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഈ ഇനിഷ്യൽ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട. സിംഗർ ആൻഡ് നിക്കോൾസണിൻ്റെ മോഡലാണ് എന്ത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഓക്കെ, ഈ ഒരു മോഡലിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസൈക്ക് പോലെ ആയിരിക്കും സെൽ മെംബ്രെയിൻ. എന്താണ്? ഒരു മൊസൈക്ക് പോലെ ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസൈക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കിടക്കുകയാണല്ലേ, കുത്തു പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. ആരൊക്കെയാണ് കിടക്കുന്നതെന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. സോ അതിനകത്ത് എന്തൊക്കെ വരുന്നു എന്ന് ആദ്യം നോക്കാം. ഫോസ്ഫോലിപ്പിഡ് വരുന്നുണ്ട്, പിന്നെ എന്താണ്? കൊളസ്ട്രോൾ വരുന്നുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ സെൽ മെംബ്രെയിനിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റേ അവരിലെല്ലാം എന്തായിരുന്നു? ഫോസ്ഫോലിപ്പിഡും പ്രോട്ടീനും മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർന്ന് ഒരു ഫ്ലൂയിഡ് ക്യാരക്ടർ ആയിരിക്കും മെംബ്രെയിൻ കാണിക്കുക. ഓക്കെ ആണല്ലോ? ആൻഡ് അതിൻ്റെ തിക്നെസ് 5 to 10 നാനോമീറ്റർ റേഞ്ചിലാണ് തിക്നെസ് വരുന്നത്. ഇനി ഓരോ സെല്ലെടുത്ത് നോക്കുമ്പോൾ, അതായത് സെൽ ഓർഗനൽസിലും സെൽ മെംബ്രെയിനിലും ഡിഫറെൻറ്റ് കോമ്പോസിഷൻസിലായിരിക്കും ഈ പ്രോട്ടീനും ലിപ്പിഡും കാർബോഹൈഡ്രേറ്റും ഒക്കെ വരുന്നത്. അതിനൊരു എക്സാമ്പിൾ മയലിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 18% പ്രോട്ടീനും 76% ലിപ്പിഡും ആണ്. ഇനി മൈറ്റോകോൺട്രിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 76% പ്രോട്ടീനും 24% ലിപ്പിഡും ആണ്. അപ്പോൾ ഓരോ ഓർഗനൽസും ഓരോ സെല്ലും അനുസരിച്ച് എന്ത് പറ്റും? ഈ കോമ്പോസിഷനിൽ ഡിഫറൻസ് വരും എന്നും ഈ ഒരു മോഡലിൽ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ മോഡലിനെ വേറൊരു പേരും വിളിക്കാറുണ്ട്, പ്രോട്ടീൻ ഐസ്ബർഗ് ഇൻ എ സീ ഓഫ് ഫോസ്ഫോലിപ്പിഡ്. അതായത് ഒരു കടൽ കിടക്കാണ്. ഓക്കെ, കടലിനകത്ത് നമ്മൾ ടൈറ്റാനിക് ഒക്കെ ഇടിച്ച ഐസ്ബർഗ് പോലെ ആര് വരുന്നുണ്ട്? ഇതാണ് പ്രോട്ടീൻ ഇങ്ങനെ ഐസ്ബർഗ് പോലെ നിപ്പുണ്ടെന്നാണ് പറയുന്നത്. മറ്റേടത്ത് എന്തായിരുന്നു പറഞ്ഞത്? പ്രോട്ടീൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആയിട്ട് ഇരിക്കുകയാണ്, അപ്പർ ആൻഡ് ലോവർ, എന്നിട്ട് അതിനുള്ളിലാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്? ഫോസ്ഫോലിപ്പിഡ് ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അതിൽ ഐസ്ബർഗ് പോലെ പൊങ്ങി ആരിയ്ക്കുന്നു? പ്രോട്ടീൻസ് ഇരിക്കുന്നു എന്നാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. സോ പ്രോട്ടീൻ ഐസ്ബർഗ്സ് ഇൻ എ സീ ഓഫ് ഫോസ്ഫോലിപ്പിഡ്. മാറിപ്പോവരുത്, സാൻഡ്വിച്ചിൽ പ്രോട്ടീൻ കണ്ടിന്യൂസ് ലെയർ ആണ്, ഉള്ളിലായിട്ട് നടുക്കായിട്ടാണ് ഫോസ്ഫോലിപ്പിഡ് ഇരിക്കുന്നത്. ഇവിടെ എന്താണ്? ഫോസ്ഫോലിപ്പിഡ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്, എന്നിട്ട് അതിൽ എന്താണ്?
പ്രോട്ടീൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഐസ്ബർഗ് പോലെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ നമുക്കൊന്ന് നോക്കാം. ലിപ്പിഡാണ് കൂടുതലും കിടക്കുന്നത്. ലിപ്പിഡിൻ്റെ ലെയറാണ്. ലിപ്പിഡ് ബൈ ലെയേഴ്സ് ആണ് വരുന്നത്. 2 ലെയേഴ്സ് ഓഫ് ലിപ്പിഡ്സ് വരും. എന്നിട്ട് അതിനകത്ത് എന്ത് കാണാറുണ്ട്? പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ കാണാറുണ്ട്. പ്രോട്ടീൻസ് തന്നെ പല രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഇപ്പം ലിപ്പിഡിൻ്റെ കാര്യം ആദ്യം നോക്കാം. ഫോസ്ഫോലിപ്പിഡിൻ്റെ കാര്യം നോക്കി. ഫോസ്ഫോലിപ്പിഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ് പുറത്തേക്കും ടെയിൽ അകത്തേക്കും, ഹെഡ് പുറത്തേക്ക് ടെയിൽ അകത്തേക്ക്, ഇതൊരു ലെയർ. അതേപോലെ ഒരു ലെയറും കൂടെ ഇങ്ങനെ കാണും. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും ഫോസ്ഫോലിപ്പിഡ് ഇവിടെയും കാണുന്നത്. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത് പുറത്തേക്കും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ളത് അകത്തേക്കും ആയിട്ടായിരിക്കും കാണാം. ഓക്കെ, ഈ 2 ലെയേഴ്സിലും എങ്ങനെയാണ്? ഹൈഡ്രോഫിലിക് ഹെഡ് വരുന്നുണ്ട്, അത് ഔട്ട്സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഹൈഡ്രോഫോബിക് ടെയിൽ എങ്ങനെ ആയിരിക്കും? ഇൻസൈഡിലേക്കായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുക, ഈ 2 ലെയേഴ്സിലും. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് മനസ്സിലായി. നോക്കിക്കേ, ഇതാണ് ഫോസ്ഫോലിപ്പിഡ്. ഇത് എന്താ ഈ ഉണ്ടയായിട്ട് വരുന്നത്? ഹെഡാണ്, വിച്ച് ഈസ് ഹൈഡ്രോഫിലിക്. ഇതാണ് അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ലിപ്പിഡ് ആയിട്ടുള്ള ടെയിലാണ്. ലിപ്പിഡിൻ്റെ ചെയിൻ ആണിത്. സോ അതെന്താ? ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് അകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നോക്കിക്കേ, ഈ ഒരു മഞ്ഞ ലെയറിനകത്ത് എന്ത് സംഭവിക്കുന്നു? ദാണ്ട ഐസ്ബർഗ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ വരുന്നു. ദാണ്ട ഇതൊരു പ്രോട്ടീനാണ്. ദാണ്ട അടുത്തൊരു പ്രോട്ടീൻ ദാ ഇവിടെ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പ്രോട്ടീൻ കാണും. പ്രോട്ടീനിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദാണ്ട കാർബോഹൈഡ്രേറ്റ്, അതിനെ എന്തെന്ന് വിളിക്കും? ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഗൈക്കോ പ്രോട്ടീൻ വരുന്നുണ്ട്. ദാണ്ട ഇവിടെയും കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് വിളിക്കും. പിന്നെ ദാണ്ട കൊളസ്ട്രോളും ഉണ്ട്. ഇങ്ങനെ ഈ ലിപ്പിഡിനകത്ത് ഓരോരുത്തർ ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീൻസ് നമുക്ക് എടുത്ത് പഠിക്കാം. ഈ ചാനൽ, പെരിഫറൽ, ഇന്റഗ്രൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്രോട്ടീൻസ് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻസും അതർ സബ്സ്റ്റൻസും ബൈ ലെയറിനകത്ത് എംബഡ് ചെയ്ത് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഒരു മൊസൈക്ക് ഷേപ്പ് തരുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫ്ലൂയിഡിനകത്തോ അല്ലെങ്കിൽ ഒരു ലിപ്പിഡിൻ്റെ ഒരു സീക്കകത്ത് ഇങ്ങനെ മൊസൈക്ക് പോലെ കണ്ട ഇങ്ങനെ കുത്തുപോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ ഒരു വെജിറ്റബിൾ ഓയിലിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് പ്രോട്ടീൻസ് ഒക്കെ അതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇരിക്കും. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുക? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഫ്ലൂയിഡ് എന്ന് പറയാൻ കാരണം ഫ്ലൂയിഡ് നേച്ചറാണ് കാണിക്കുന്നത്. മൊസൈക്ക് എന്ന് പറയാൻ കാരണം എന്താണ്? പ്രോട്ടീൻസ് അതിനകത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ്. ഓക്കെ, അതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇനി നമുക്ക് പ്രോട്ടീൻസിലേക്ക് പോകാം. പ്രോട്ടീൻസ് 2 തരമാണ് വരുന്നത് മെംബ്രെയിനകത്ത്. ഒന്ന് ഇൻട്രിൻസിക് പ്രോട്ടീൻ, അടുത്തത് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഫോസ്ഫോലിപ്പിഡിൻ്റെ ബൈ ലെയർ വരുന്നുണ്ട്, 2 ലെയർ. അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഹെഡ് ടെയില്, ഹെഡ് ടെയില്, ഹെഡ് ടെയില്. ഇവിടെയും ഹെഡ് ടെയില്, ഹെഡ് ടെയില്, ഹെഡ് ടെയില്. ഇനി ഇതിനകത്തുള്ള പ്രോട്ടീൻസ് എങ്ങനെയാണ്? 2 ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. ഒന്ന് ഇൻട്രിൻസിക് പ്രോട്ടീൻ, അടുത്തത് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. ഓക്കെ, ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എംബഡ് ചെയ്ത്, അതായത് ആ ഒരു ഇതിനുള്ളിൽ ഇപ്പം ലെയർ ഇതാണെന്ന് വെച്ചോളൂ, ഇത് ലിപ്പിഡ് ലെയർ ആണെങ്കിൽ ഇതിനുള്ളിൽ കാണുന്ന പ്രോട്ടീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. അതിനുള്ളിൽ ഇരിക്കുകയായിരിക്കും. സോ വിത്തിൻ ദ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ദോസ് ഇൻട്രിൻസിക് പ്രോട്ടീൻ ആർ ഫൗണ്ട് ടു ബി എംബഡഡ് ഇൻസൈഡ്. ഇതിനുള്ളിലായിട്ട് ഇരിക്കുകയായിരിക്കും. ഓക്കെ ആണല്ലോ? അതിനെ നമ്മൾ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്നും വിളിക്കാറുണ്ട്. ഇൻട്രിൻസിക് പ്രോട്ടീനെയാണ് നമ്മൾ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്ന് വിളിക്കാറുണ്ട്, ടണൽ പ്രോട്ടീൻ എന്നും വിളിക്കാറുണ്ട്. ആൻഡ് ദേ ആർ സോളുബിൾ ഇൻ നേച്ചർ ആണ്. അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഇത് ഓർക്കുക. ഇൻട്രിൻസിക് പ്രോട്ടീനെ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്നും ടണൽ പ്രോട്ടീൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യും, ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യും. എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? വാട്ടർ, അയോൺസ് ആൻഡ് അതർ സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യും? ഇവർ ഇതിനുള്ളിലൂടെ കടത്തി അകത്തോട്ട് വിടും, അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് കടത്തി വിടും. ഇതാണ് ഇൻട്രിൻസിക് പ്രോട്ടീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ ആണ്. എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും 2 സർഫസിൽ കാണുന്നവരായിരിക്കും. സർഫസിലായിട്ട് കാണാൻ പറ്റും. ഈ പ്രോട്ടീൻ സർഫസിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓൺ 2 സർഫസ് ഓഫ് ദ മെംബ്രെയിൻ
പിന്നെ ഫ്ലോട്ടിംഗ് ഫോമിലായിരിക്കും അവർ കാണുക. അവരെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മളെ ലിപ്പോപ്രോട്ടീൻ ഫോസ്ഫോലിപ്പിഡ് ഇല്ലേ, ഫോസ്ഫോലിപ്പിഡിൻ്റെ ആ ഫോസ്ഫേറ്റ് ആ ഗ്രൂപ്പില്ലേ, അതുമായിട്ടായിരിക്കും ഇത് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. ആൻഡ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആണ് ഇവർ. ആൻഡ് അയണിക് ബോണ്ട് ആൻഡ് കാൽഷ്യം ബ്രിഡ്ജ് വെച്ചിട്ടായിരിക്കും ഇവർ അറ്റാച്ച് ചെയ്യാറ്. അതും വെച്ചും ഇവർ അറ്റാച്ച് ചെയ്യാറുണ്ട്. ലൂസ്ലി ആയിട്ടാണ് ഇവർ അറ്റാച്ച് ചെയ്യുന്നത്. ഈ എക്സ്ട്രിൻസിക് പ്രോട്ടീനെ പെരിഫറൽ പ്രോട്ടീൻ എന്ന് വിളിക്കാറുണ്ട്. എന്തെന്ന് വിളിക്കാറുണ്ട്? പെരിഫറൽ പ്രോട്ടീൻ. ഇൻട്രിൻസിക്കിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് വിളിക്കും അല്ലേ. എക്സ്ട്രിൻസിക്കിനെയോ പെരിഫറൽ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഡിഫറെന്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സ്ട്രിൻസിക്കും എൻട്രിൻസിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ പല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പല ഫങ്ഷൻസ് ആണ്. അതിൽ ഒന്നാണ് സ്ട്രക്ചറൽ പ്രോട്ടീൻ. അവരെന്തായിരിക്കും? സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോട്ടീൻ ആയിരിക്കും ഈ സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ചാനൽ പ്രോട്ടീൻ. അവരെന്തായിരിക്കും? ട്രാൻസ്പോർട്ടിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കാരിയർ പ്രോട്ടീൻസ്. കാരിയർ പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ, അതായത് ചാനലിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് താഴോട്ട് വരാത്തവരെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകേണ്ടി വരും. സോ അങ്ങനത്തെ പ്രോട്ടീൻസിനെയാണ് കാരിയർ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം. അതായത് എനർജി യൂസ് ചെയ്തിട്ട് ഒരാളെ അവിടുന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീനാണ് കാരിയർ പ്രോട്ടീൻസ്. പിന്നെ ചിലർ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ചില പ്രോട്ടീൻസ്, അതിനകത്തുള്ള പ്രോട്ടീൻസ് എൻസൈംസ് ആയിട്ട്, അതായത് ചില കെമിക്കൽ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നതാണ് റിസപ്റ്റർ പ്രോട്ടീൻസ്. അവരെന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് വന്ന് ബൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രോട്ടീനായിട്ട് കാണാറുണ്ട്. അതിനെയാണ് റിസപ്റ്റർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും ഹോർമോണിൻ്റെ ട്രാൻസ്പോർട്ടും അതേപോലെ നെർവ് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യാനുമാണ് ഈ റിസപ്റ്റർ പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ്. ഇവരുടെ ഫങ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ 5 ടൈപ്പ് ഉള്ളത്. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ, ചാനൽ, കാരിയർ, എൻസൈം ആൻഡ് റിസപ്റ്റർ. ഓക്കെ, കാണുന്നത് അനുസരിച്ച് 2 എണ്ണം. ഏതൊക്കെയാണ്? ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് പെരിഫറൽ പ്രോട്ടീൻ. എക്സ്ട്രിൻസിക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. അവർ പുറത്തിങ്ങനെ ഇരിക്കും. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഇതാണ്ട് 2 ലെയേഴ്സ്. ഇതാണ് ബൈലെയർ എന്ന് പറയുന്നത്, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. അതിലേക്ക് പുറത്തായിട്ട് കാണുന്നതാണ് പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇന്റഗ്രൽ പ്രോട്ടീൻ, ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ അകത്ത് എംബഡ് ചെയ്തിരിക്കുന്നത്, അതാണ്ടിരിക്കുന്നത് 2 പ്രോട്ടീൻസ് കണ്ടോ. അതിൽ ഇതെന്ന് പറയുന്ന ചാനൽ പ്രോട്ടീൻ ആണ്. അവരെന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. അതേപോലെ തിരിച്ചും ചെയ്യും. ഇവർ കാരിയർ പ്രോട്ടീൻസ് ആണ്. കാരിയർ പ്രോട്ടീൻസ് എന്താണ് ചെയ്യുന്നത്? ഒരാളെ എടുത്തുകൊണ്ട് വന്ന് ഇതിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് അടുത്തടുത്തേക്ക് എത്തിക്കും. അതിന് ATP യൂസ് ചെയ്യും. പിന്നെ താണ്ട ഗ്ലൈക്കോ പ്രോട്ടീൻ വരുന്നുണ്ട്, അതായത് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ വരുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോള് കാണാറുണ്ട്. ഇതാണ് ലിപ്പിഡ് ബൈലെയറിൻ്റെ സ്ട്രക്ചർ. ഫോസ്ഫോലിപ്പിഡിൻ്റെ സ്ട്രക്ചറാണ് ഫോസ്ഫേറ്റ് ഹെഡ് വിച്ച് ഇസ് പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക്. ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റി ആസിഡിൻ്റെ ടെയിലാണ് വിച്ച് ഇസ് നോൺ പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക്. ഇത്രയേ ഉള്ളൂ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഓർക്കേണ്ട കാര്യം, ലിപ്പിഡിൻ്റെ ബൈലെയർ ആണ് കാണുന്നത്. ലിപ്പിഡിൻ്റെ 2 ലെയർ. അതിനകത്ത് പ്രോട്ടീൻ ഇങ്ങനെ ഒന്നെങ്കിൽ അകത്ത് എംബഡ് ചെയ്യും അല്ലെങ്കിൽ സർഫസിൻ്റെ മുകളിലായിട്ട് കാണും. ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രോട്ടീൻ ഇരിക്കുന്നത്. സാൻഡ്വിച്ചിൽ എങ്ങനെയായിരുന്നു? പ്രോട്ടീൻ്റെ 2 ലെയറും ഫോസ്ഫോലിപ്പിഡ് അകത്ത് ഒളിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സാൻഡ്വിച്ച് ചെയ്താണ് കാണുന്നത്. ഓക്കെ അല്ലേ? സോ അതാണ് സ്ട്രക്ചറിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫങ്ഷൻസ് ഓഫ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, സെൽ റെക്കഗ്നിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു സെല്ലിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലൈക്കോലിപ്പിഡ്സ് ഒക്കെ വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സെല്ലാണ് എന്ന്. സോ ഗ്ലൈക്കോലിപ്പിഡ് ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ എന്ത് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റെക്കഗ്നൈസിങ് ദ സെൽ. സെൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇവർ 2 പേരുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് മെയിനായിട്ടും ഈ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ സമയത്ത് നമ്മൾ തന്നെ സെല്ലാണോ അല്ലെങ്കിൽ ഫോറിൻ സെല്ലാണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇവരുടെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ ടിഷ്യൂവിൻ്റെ ഫോർമേഷൻ സമയത്തും ഒക്കെ ഈ സെൽസ് നമ്മളുടേതാണോ എന്നറിയാനും ഏത് ടൈപ്പ് സെല്ലാണ് എന്നറിയാനും ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ്? ഗ്ലൈക്കോലിപ്പിഡും ഗ്ലൈക്കോ പ്രോട്ടീനും. ഓക്കെ, പിന്നെ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യാനും ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് എൻക്ലോഷർ ആൻഡ് ഇൻസുലേഷൻ ഓഫ് സെൽ ആൻഡ് ഓർഗനൽസ്. സെല്ലിനെ ഓർഗനൽസിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് കാണുന്നത് കേട്ടോ. പ്രൊട്ടക്ട് ചെയ്ത് അവരെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഈ സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ ആണ് എന്ത്?
നമ്മളെ സൈറ്റോപ്ലാസത്തിനെ കവർ ചെയ്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ ആണ് അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെക്കാനിക്കലിയും കെമിക്കലിയും സെൽ കണ്ടന്റിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ സെൽ കണ്ടന്റിന്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് സെൽ മെംബ്രെയിൻ. ഇനി ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ ABO എന്ന് പറയുന്ന ആന്റിജൻ നമ്മളെ സെല്ലിൽ ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പം അവരുടെ പ്രസൻസ് വെച്ചിട്ടാണ് നമ്മളെ സെല്ല് A ആണോ, നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പ് ആണോ, അല്ലെങ്കിൽ നമ്മൾ B ആണോ, AB ആണോ, O ആണോ എന്നുള്ളത് തിരിച്ചറിയാനും ഈ ഗ്ലൈക്കോപ്രോട്ടീൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആരാണ്? കാരിയർ പ്രോട്ടീൻ. സെൽ മെംബ്രെയിനിലുള്ള കാരിയർ പ്രോട്ടീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഒരാളെ എടുത്തുകൊണ്ട് എനർജി യൂസ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ബൾക്ക് ട്രാൻസ്പോർട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ സെൽ മെംബ്രെയിനിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസൈറ്റോസിസ് ചെയ്യാൻ പറ്റും. അവർക്ക് എൻഗൾഫ് ചെയ്യാൻ പറ്റും. ഒരു സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവരെ എൻഗൾഫ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ബൾക്ക് ട്രാൻസ്പോർട്ടിൽ വരുന്നത്. എക്സോസൈറ്റോസിസ് ഉണ്ട്. ഇതേപോലെ എന്തെങ്കിലും വേസ്റ്റ് വരികയാണെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ അതിനെ എടുത്തിട്ട് പുറത്തേക്ക് തള്ളപ്പെടും, ഉള്ളിലെടുത്തിട്ട് പുറത്തേക്ക് കളയും. സോ അതാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. പിന്നെ ഓസ്മോസിസ് നടത്താറുണ്ട്, അതായത് വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്ത് വരികയാണ്. വാട്ടറോ അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസോ മൂവ് ചെയ്ത് വരുന്നതാണ് ഡിഫ്യൂഷൻ. അത് തന്നെ സിമ്പിൾ ഡിഫ്യൂഷനും നടത്താറുണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും നടത്താറുണ്ട്. ഫെസിലിറ്റേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാരിയർ കാണും കേട്ടോ, ഒരു കാരിയർ പ്രോട്ടീൻ അവിടെ കാണും. എനർജി വേണ്ട, സിംപ്ലി ഇങ്ങി പോരുന്നോളൂ. പിന്നെ മെറ്റബോളിസംസ് നടക്കാറുണ്ട്. ഒരുപാട് മെറ്റബോളിസംസും സെൽ മെംബ്രെയിനിൽ നടക്കും. മെയിൻ ആയിട്ടും ബയോസിന്തസിസ് ഓഫ് സെൽ വാൾ. പ്ലാന്റ്സിലെല്ലാം സെൽ വാളിന്റെ ബയോസിന്തസിസ് സെൽ മെംബ്രെയിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നടക്കുന്നത്. അതേപോലെ ഇനി പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ അങ്ങനത്തെ പ്രോക്യാരിയോട്ടിൽ റെസ്പിറേഷൻ നടക്കുന്നത് സെൽ മെംബ്രെയിനിലാണ്. ബിക്കോസ് അവിടുത്തെ എൻസൈംസ് ഈ സെൽ മെംബ്രെയിനിലാണ് ഇരിക്കുന്നത്. സോ റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്? സെൽ മെംബ്രെയിനിലാണ് ഇൻ ദ കേസ് ഓഫ് പ്രോക്യാരിയോട്സ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഫങ്ഷൻസ് ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് നോക്കിയത്? സെൽ മെംബ്രെയിൻ എന്താണെന്ന് നോക്കി. സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെല്ലിനെ കവർ ചെയ്ത് കാണുന്ന സ്ട്രക്ചർ ആണ് ഇത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് സെൽ മെംബ്രെയിൻ്റെ മോഡൽ നമ്മൾ നോക്കി. 3 മോഡൽസ് ആയിരുന്നു ഉള്ളത്. സാൻഡ്വിച്ച് മോഡൽ ഒരെണ്ണം, പിന്നെ യൂണിറ്റ് മോഡൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ മോസ്റ്റ് അക്സെപ്റ്റഡ് വൺ ആണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് മോഡലാണ് ഓർത്ത് വെക്കേണ്ടത്. സാൻഡ്വിച്ച് ഓർക്കണം, അവിടെ എങ്ങനെയാണ്? പ്രോട്ടീൻ ബ്രെഡ് പോലെ ഇരിക്കും, അതിനുള്ളിലായിട്ട് ഫോസ്ഫോലിപ്പിഡ് വരും. ഇവിടെ എങ്ങനെയാണ്? ഫോസ്ഫോലിപ്പിഡിൻ്റെ 2 ലെയർ ഉണ്ടായിരിക്കും. പ്രോട്ടീൻസ് അതിനുള്ളിൽ എംബഡ് ചെയ്യോ അല്ലെങ്കിൽ പുറമേ ആയിട്ടോ കാണും. സോ അതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പിന്നെ സെൽ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. സെമി പെർമിയബിൾ ആണ് സെൽ മെംബ്രെയിൻ. എന്താണ്? സെമി പെർമിയബിൾ ആണ് എന്നുള്ള കാര്യവും ഓർത്ത് വെച്ചേക്കുക. എല്ലാത്തിനെയും കടത്തിവിടില്ല. ഓക്കെ, സെലക്റ്റീവ് ആയിട്ടായിരിക്കും ഓരോ ആൾക്കാരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ അത്രയാണ്. നിങ്ങൾക്ക് സെൽ മെംബ്രെയിനെ പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു എവരിവൺ.